السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه وأهل بيته أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. പരിശുദ്ധമായ റമളാൻ ശരീഫ് റജബിൻ്റെ ആദ്യ ദിവസം മുതൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന നമ്മുടെ ദുആഇൻ്റെ ഭാഗമായി ഈ റമളാനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. റമളാൻ വരുന്നതിന് 2 മാസം മുമ്പേ റജബിൻ്റെ തുടക്കത്തിൽ നമ്മൾ ദുആ ആരംഭിച്ചു. എന്താണ്? അല്ലാഹുവേ, റജബിലും ശഅബാനിലും നമുക്ക് നീ ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിലേക്ക് എന്നെ നീ എത്തിക്കണം റബ്ബേ എന്ന ദുആ 2 മാസക്കാലത്തോളം നടത്തി പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 മാസക്കാലം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിച്ച ഈ റമളാനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ ഈ റമളാനിനെ ഉപയോഗിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തിനാണ് അല്ലാഹു തആല നോമ്പ് എന്ന് പറയുന്ന ഒരു ഇബാദത്ത് മനുഷ്യന് നൽകിയത് എന്ന ഒരു ചർച്ച അതിവിടെ നടത്തി എൻ്റെ ഈ ചെറിയ സംസാരം ഞാൻ അവസാനിപ്പിക്കും. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായ 5 കാര്യങ്ങളിൽ ഒന്നാണ് നോമ്പ് എന്നത്. എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കണം എന്ന് കൽപ്പിച്ച റബ്ബ് 11 മാസക്കാലം നിങ്ങൾ ഏതു സമയത്തും ഭക്ഷിക്കാം, പാനീയം ചെയ്യാം. എന്നാൽ പരിശുദ്ധമായ റമളാൻ മാസം നിങ്ങളിലേക്ക് ആഗതമായാൽ പകലന്തിയോളം നിങ്ങൾ ഭക്ഷണ പാനീയങ്ങൾ മാറ്റിവെച്ച് വിചാര മോഹങ്ങളെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നിങ്ങൾ സമയം ചെലവഴിക്കണം. എന്നാൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ഞാൻ നൽകാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചതിൻ്റെ ഭാഗമായി ഞാനും നിങ്ങളും ഇന്ന് റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങളോട് ഞാൻ നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നു. കാരണമെന്തേ? ആ ആയത്തിൽ പറയുന്നു, മുൻഗാമികളായ എല്ലാ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾക്കും അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന്റെ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി, നിങ്ങൾ ഒരു മുത്തഖിയാകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്താണ് തഖ്വ? ആരാണ് ഒരു മുത്തഖിയാവുക എന്ന ചോദ്യം നമുക്ക് മുന്നിൽ വരികയാണ്. നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ
യഥാർത്ഥ മുത്തഖിയായി മാറുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് കൽപ്പിക്കുകയാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആഖിറത്തിൽ കുടുങ്ങുന്ന ഒരു കാര്യത്തിലും ദുനിയാവിൽ ചെന്ന് പെടാത്ത, അല്ലെങ്കിൽ ആഖിറത്തിൽ കുടുങ്ങുന്ന ഒരു കാര്യവും ദുനിയാവിൽ വെച്ച് ചെയ്യാതിരിക്കുക എന്നതാണ് തഖ്വ എന്ന് പറഞ്ഞതിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ളൊരു വിവക്ഷ. ഒരുപാട് അഭിപ്രായങ്ങൾ തഖ്വയുടെ വിവക്ഷയിൽ അല്ലെങ്കിൽ തഖ്വയുടെ വിശദീകരണത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാനുണ്ട്. എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ കുടുങ്ങുന്ന ഒരു പ്രവർത്തനവും ദുനിയാവിൽ ചെയ്യാത്ത രൂപത്തിൽ ജീവിതം കൊണ്ടുപോകാൻ കഴിയണം. ആ രൂപത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാണ് മുത്തഖി എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ദുനിയാവിൽ വെച്ച് തെറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരവസരം കിട്ടി, തെറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരവസരം ലഭിച്ചിട്ടും ആ തെറ്റ് ചെയ്യാതെ ഇതെൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ചിന്തയോടെ, ഇതെൻ്റെ റബ്ബ് അറിയും എന്ന ബോധത്തോടെ ആ തെറ്റ് ചെയ്യാതെ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുണ്ടാകുന്ന ആ മനസ്സിലെ ഈമാൻ, അതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൽ സുബ്ഹ് ബാങ്ക് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വരെ അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിനോടുള്ള ആ ഭയത്തോടെ എല്ലാ വികാര വിചാരങ്ങളും നിയന്ത്രിച്ച് നമ്മൾ ഇതേ ചിന്തയിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥ മുത്തഖിയായി മാറും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, സ്വർഗത്തിൽ പോകാൻ നമുക്ക് ഒരു ഉപദേശം നൽകണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശത്തിൽ 2 പോയിന്റുകൾ അവിടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, തഖ്വല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. രണ്ടാമത്, സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കുണ്ടാകേണ്ട ഒരു സ്വഭാവം ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറണം. ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എന്താണ് അള്ളാഹുവിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് സൃഷ്ടാവായ റബ്ബിനോട് കണക്ട് ചെയ്തൊരു വിഷയമാണ്. എന്നാൽ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത് സൃഷ്ടികളാകുന്ന നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളോട് കാണിക്കേണ്ട ഒരു സ്വഭാവമാണ്. അപ്പോൾ സൃഷ്ടാവിനോടും സൃഷ്ടികളോടും ഒരുപോലെ പെരുമാറാൻ, നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ, അതല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പരിശുദ്ധമായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് ഈ ഹദീസ് കൊണ്ട് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത്. ഈ 2 വിഷയങ്ങളും, ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ ആ പോയിന്റും ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്ന വിഷയവും, രണ്ടും ഒരുമിച്ച് മേളിക്കുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? നോമ്പ് പിടിക്കുന്ന ഒരു അടിമക്ക് അള്ളാഹുവാണ് കൂലി നൽകുന്നവൻ. എല്ലാ ഇബാദത്തുകൾക്കും പ്രതിഫലങ്ങൾ പറയുന്നുണ്ട് എങ്കിലും പരിശുദ്ധമായ നോമ്പിനെ അള്ളാഹു പറയുന്നത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ കൂലി നൽകുന്നവൻ ഞാനാണ് എന്നാണ്. അതിൻ്റെ കൂലി എത്രയാണ് അത് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഓരോ മനുഷ്യൻ്റെയും ഈമാൻ അനുസരിച്ച്, തഖ്വ അനുസരിച്ച് അതിൻ്റെ പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ്. എന്നാൽ ഇതിൻ്റെ നോമ്പ് കൊണ്ടുള്ള ഭൗതികമായ നേട്ടം, അതല്ലെങ്കിൽ ഭൗതികമായ ഒരു വിഷയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, എൻ്റെ സഹോദരങ്ങളായ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും താമസിക്കുന്ന വളരെ പാവപ്പെട്ട ആളുകൾ പലരും പട്ടിണി കിടക്കുകയാണ്. നമ്മളെല്ലാവരും 11 മാസത്തോളം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ ആ പട്ടിണി കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അത് മുസ്ലിമായാലും അമുസ്ലിമായാലും, ആ പട്ടിണി കിടക്കുന്നവരുടെ വിഷമം അത് നമുക്കും മനസ്സിലാകണം എന്ന ഒരു ആശയം കൂടി ഈ നോമ്പിൽ
ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകളിൽ ഒന്ന് കാണാം, നിങ്ങൾ നോമ്പെടുക്കൂ, ആരോഗ്യവാന്മാരാകൂ. അപ്പോൾ ഭൗതികമായി നോക്കുമ്പോൾ നോമ്പനുഷ്ഠാനം ആരോഗ്യപരമായ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ലഭിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. എന്നാൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നത് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ ഭൗതികമായ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും, ഇതൊരു ഡയറ്റായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നൊരു ചിന്തയാണ് ഒരാൾ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ കൽബിലെങ്കിൽ അയാൾക്ക് ആ നോമ്പ് കൊണ്ട് ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും വിശ്വാസത്തോടെ അള്ളാഹു നോമ്പനുഷ്ഠിക്കുന്ന എനിക്ക് അതിൻ്റെ പ്രതിഫലം തരുമെന്ന വിശ്വാസത്തോടെ, വഹ്തിസാബൻ ഇതിനെനിക്ക് കൂലി ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ആ വ്യക്തിക്ക് അല്ലാഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വേറൊരിടത്ത് കാണാം, റജഅ മിൻ ദുനൂബിഹി കയൗമി വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിൽ അവൻ എങ്ങനെയായിരുന്നു. ഉമ്മ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവ ദിവസം ആ കുട്ടി സംശുദ്ധമായ, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു മാലിന്യവും ഏൽക്കാത്ത ശുദ്ധമായ പ്രകൃതിയിലുള്ള ഒരു കുട്ടി. ആ കുട്ടിയെപ്പോലെ ആയിത്തീരും ആരാണ് ഈമാനോടുകൂടെയും ഇഹ്തിസാബോടുകൂടെയും നോമ്പനുഷ്ഠിച്ചാൽ. അല്ലാഹു തആല ഒരു കുട്ടി, ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ഒരു തെറ്റുമില്ലാത്തവനായ നിലക്ക് അവൻ മാറുമെന്ന് പറഞ്ഞെടുത്ത് 2 സ്ഥലങ്ങളിലെ ഈ പ്രതിഫലം പറയുന്നുള്ളൂ. ഒന്ന് ഹജ്ജ് ചെയ്താലാണ്, 2 നോമ്പനുഷ്ഠിച്ചാലാണ്. ഞാൻ പറഞ്ഞു വന്നത്, നോമ്പനുഷ്ഠാനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അതല്ലാതെ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ എൻ്റെ കൊളസ്ട്രോൾ മാറും, നോമ്പനുഷ്ഠിച്ചാൽ എൻ്റെ ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും, ഡോക്ടർമാരത് നിർദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ലഭിക്കും എന്നത് വേറെ വിഷയമാണ്. നോമ്പനുഷ്ഠിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വർദ്ധിക്കുമെന്നും അത് ക്യാൻസർ വരെ ഇല്ലാതാകാൻ കാരണമാകുമെന്നും ഡോക്ടർമാർ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവർ പറയുന്നത് കാണാൻ കഴിയും. ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അയാളുടെ പകലുകളിൽ അയാൾ കഴിച്ച ഭക്ഷണങ്ങൾ അത് ആൻറ്റി ഓക്സിഡൻറ്റുകളായി കാർബോഹൈഡ്രേറ്റുകളായി എൻ്റെ ശരീരത്തിലേക്ക് വരികയും ആ പകലുകളിൽ ഒരാശ്വാസം ലഭിക്കുകയും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അവന് വയറ് വിശക്കുകയും അതല്ലെങ്കിൽ വലിയ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്ത് അവന് ശരീരം തന്നെ ഒരു ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതവന് വലിയ ഗുണം, ഒരു പ്രതിരോധ ശേഷി നോമ്പിലൂടെ ലഭിക്കും എന്ന് വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവർ പറയുന്നത് കാണാം. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു വിഷയമാണ്, നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ 10 മണിക്കൂറിലധികം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ കീറ്റോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വരും. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ ലിവറുകളിലുള്ള കൊഴുപ്പുകൾ അത് ഇല്ലാതാകാൻ ഈ കീറ്റോൺ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് കൊണ്ട് ആ ശരീരത്തിൽ അവന് ഫാറ്റി ലിവർ ഇല്ലാതാവാൻ നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾക്ക് കഴിയും. ഇതൊക്കെ ഭൗതികമായ മേഖലയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതികമായ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ നോമ്പിലൂടെ നമുക്ക് വൈദ്യശാസ്ത്ര മേഖലയിലുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ പല ശാസ്ത്രജ്ഞന്മാരും അത് നോമ്പനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്ന പല ഗുണങ്ങളും പറയുന്നുണ്ട് എന്നത് ഒരു വശമാണെങ്കിലും നമ്മുടെ കൽബിലുണ്ടാകേണ്ട ചിന്ത എന്താണ് എന്നതാണ് ഇവിടെ പറയുന്ന പ്രധാന വിഷയം. അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും വരേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നോമ്പ് എന്തിനാണ് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. തഖ്വ എന്ന് പറയുന്നത് എന്താണ്? തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും
ആ തെറ്റ് ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സ്, അത് ഈ നോമ്പ് കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ. അവനവൻ്റെ കണ്ണിനെ സൂക്ഷിക്കണം, അവനവൻ്റെ നാവിനെ സൂക്ഷിക്കണം, ചെവിയെ സൂക്ഷിക്കണം, അവൻ്റെ മുഴുവൻ അവയവങ്ങളെയും സൂക്ഷിക്കണം. അതുപോലെ ഉറക്കവും ഭക്ഷണവും പരിമിതപ്പെടുത്തണം. അതുപോലെ തന്നെ അല്ലാഹു തആല എൻ്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഒരു പേടിയും അവൻ്റെ ഖൽബിലുണ്ടാകണം. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഉമ്മവാപ്പമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദുമാർ, മശായിഖന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്, അവരുടെ തണലിലായി ഒരുപാട് നാൾ ജീവിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.